കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മാർച്ച് 1 കണ്ണൂരിലെ ഹോട്ടൽ ബ്രോഡ്ബീനിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സുനിൽ ഇടക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പൊതുജനാരോഗ്യത്തിനും മനുഷ്യജീവനും ഭീഷണിയാകുന്ന തരത്തിൽ ഔഷധങ്ങളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ഓൺലൈൻ വ്യാപാരം നിയമം മൂലം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരത്തിൽ ഈ കോമ്പീറ്റന്റ് പേഴ്സൺമാർക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉടമസ്ഥർ തന്നെയായിരിക്കും കോമ്പീറ്റന്റ് പേഴ്സൺസ് ആയിട്ടുണ്ടാവുക. ഈ സംവിധാനം പാടെ നിലനിർത്താനുള്ള ഒരു ആലോചന കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഇടത്തരം കച്ചവടം ചെയ്യുന്ന മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും. അത് ഗവൺമെന്റ് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഡിമാൻഡ് എന്ന രീതിയിൽ പറയുന്നത്. ഞങ്ങൾക്ക് പത്രപ്രവർത്തകരാണ്, ഞങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതാണ്. ഗവൺമെന്റിന് പലപ്പോഴും കൊട്ടേഷനിലൂടെ ഏറ്റവും ചുരുങ്ങിയ റേറ്റിനാണ് മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങളും അതുപോലെ വിതരണക്കാരായ എല്ലാവരും ഈ തരത്തിൽ മരുന്നും അതുപോലെ മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഇവയുടെയൊന്നും പേയ്മെന്റുകൾ നമുക്ക് യഥാസമയത്ത് കിട്ടുന്നില്ല. ഒരുപാട് കാലതാമസം, അതായത് ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഈ പേയ്മെന്റുകളൊക്കെ കിട്ടുന്നത്. ആ കാലതാമസം നമ്മളെ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അതും വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മളിവിടെ മറ്റൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ മറ്റൊരു ഡിമാൻഡ് എന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ലൈസൻസ് തന്നെ നമുക്കറിയാം. ഈ ഡ്രഗ് ലൈസൻസ് ഇപ്പം നൽകുന്നത് 5 വർഷത്തേക്കാണ്. ലീഗൽ മെട്രോളജി ലൈസൻസ് 1 വർഷത്തേക്കാണ് നൽകുന്നത്. അപ്പൊ എന്താണ് അതിന് ഇത്രയും വലിയ ഗൗരവം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ലീഗൽ മെട്രോളജി ലൈസൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യാപാര സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയാ. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി കനകരാജൻ, PM മനീഷ് കുമാർ, രാജീവ് PV എന്നിവർ പങ്കെടുത്തു.